ബി ഹൗസിൽ ഒരു അടിയുമില്ലാതെ ശാന്തമായി പോവുകയാണ് എന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി ഒരു അടി നടന്നിരിക്കുന്നത്. കിച്ചൺ ടീം ക്യാപ്റ്റനായ നെവിനും ഷാനവാസും തമ്മിലായിരുന്നു അടിയുണ്ടായിരുന്നത്. നെവിന്റെ അടുത്ത് ചെന്ന് ഷാനവാസ് ചോദിച്ചു, ഇന്ന് ഉച്ചയ്ക്ക് ഒരു കറി മാത്രമേ ഉള്ളൂ? ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. പോരാത്തതിന് ലക്ഷറി ബഡ്ജറ്റിൽ നിന്ന് ലഭിച്ച സാധനങ്ങളുമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാത്തത്? ഇന്നലെയും ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ഭക്ഷണം കിട്ടിയില്ല. ഇന്നലെ ഉച്ചയ്ക്ക് കഴിക്കേണ്ട ചോറ് രാത്രിയാണ് തന്നിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ആരും ലഞ്ച് കഴിച്ചില്ല. അത് കാരണം നൂറയ്ക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് വരെ വന്ന്. കിച്ചൺ ടീം ശരിക്കും ഒരു പരാജയമാണ്. നിങ്ങൾ എന്ത് കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്? നിങ്ങളുടെ ടീമിൽ 3 പേരില്ലേ? എന്നിട്ടാണോ നിങ്ങൾ ഈ കളി കളിക്കുന്നത്? ഇവിടെ 22ഉം 23ഉം ആളുകൾ ഉള്ളപ്പോഴൊക്കെ നമ്മൾ നല്ല സുലഭമായി തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത്. അന്ന് ഉച്ചയ്ക്ക് ഒരു കറിയെ മാത്രമല്ല 2 കറികളും അതിൽ കൂടുതലും ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താണ് വെറും ഒരു ചോറും ഒരു കറിയും മാത്രമാക്കി തരുന്നത്? ഇവിടെ ഒരുപാട് വെജിറ്റബിൾസ് ഇല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും തോരനെല്ലാം ഉണ്ടാക്കിക്കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് കത്തിക്കയറുകയായിരുന്നു. ഇത് കേട്ടപ്പോൾ നെവിൻ പറഞ്ഞു, കിച്ചൺ ടീം തീരുമാനിക്കും ഇവിടെ എന്താണ് വെച്ച് വിളമ്പേണ്ടത് എന്ന്. നിങ്ങളുടെ ആരുടെയും ഉപദേശം വേണ്ട എന്നായിരുന്നു ഷാനവാസിനോട് നെവിൻ പറഞ്ഞിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള തർക്കം കൂടി വന്നപ്പോൾ ആര്യനും അക്ബറും കിച്ചണിൽ കയറി. ഇത് ഒരു ക്രൂഷ്യൽ വീക്കാണ്. ടിക്കറ്റ് ഫിനാലയുടെ ടാസ്കുകൾ നിരന്തരമായി തന്നുകൊണ്ട് നിൽക്കുന്ന സമയമായിരിക്കും. ഞങ്ങൾക്ക് കിച്ചണിൽ മാത്രം കയറി ഇവിടെ ഫുഡ് ഉണ്ടാക്കി നിന്ന് ഞങ്ങളുടെ എനർജി കളയാൻ കഴിയില്ല. ഞങ്ങൾ നിങ്ങൾക്കുള്ള ഭക്ഷണം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കഴിക്കുക. നിങ്ങളെല്ലാവരും ഇവിടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഞങ്ങൾ മാത്രം കിച്ചണിൽ നിന്നുകൊണ്ട് എന്തിനാണ് ഞങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്നത്? ടാസ്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കറിയെങ്കിൽ ഒരു കറി ഞങ്ങൾ വെച്ചില്ലേ? ഒട്ടും ഭക്ഷണം ഉണ്ടാക്കാത്ത ആളുകളല്ലല്ലോ. ഞങ്ങൾ ഉണ്ടാക്കിയ ദോശയും കറിയുമല്ലേ നിങ്ങൾ രാവിലെ കഴിച്ചത്? ഇപ്പോൾ ഇതാ ചോറും ഒരു കറിയും ആയിട്ടുണ്ട്. പിന്നെ എന്താണ് കുഴപ്പമെന്നായിരുന്നു ഷാനവാസിനോട് ആര്യൻ, അക്ബർ, നെവിൻ ചോദിച്ചിരുന്നത്. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, ഇവിടെ ഇതിലും വലിയ ടാസ്കുകളുള്ള ദിവസങ്ങളിലെല്ലാം ഉള്ള ലിമിറ്റേഷൻസ് വെച്ച് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യത്തിലേറെ സാധനങ്ങളുണ്ട്. പിന്നെ ഒരു തോരനും കൂടി നിങ്ങൾക്ക് വെച്ചാൽ എന്താ? നിങ്ങൾ 3 പേരില്ലേ? ഒരു അടുപ്പ് ഫ്രീ ആണ്. 2 പേർ അവിടെ മാറി നിൽക്കുന്നു. നെവിൻ മാത്രം എന്തിനാണ് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്നത്? നിങ്ങൾ എല്ലാവരും കൂടി നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും നന്നായി ഭക്ഷണം കഴിക്കുവാനുള്ള സമയവുമുണ്ട്, സാധനവുമുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് ഫൈറ്റ് ചെയ്യുകയായിരുന്നു. കുറെ സമയമായപ്പോൾ നെവിന് ട്രിഗർ ആവാൻ തുടങ്ങി. നെവിൻ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത് കഴിച്ചു പൊക്കോ എന്ന് പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി ഷാനവാസിനും ട്രിഗറായി. പിന്നെ ഷാനവാസ് തെറികൾ വിളിക്കുവാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ നെവിൻ പറഞ്ഞു, ഞാൻ നിങ്ങളെപ്പോലെ തരം താഴ്ന്ന ഒരു വ്യക്തിയല്ല. ഇത്രയും വർഷം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഇമേജുകളാണ് നിങ്ങളിപ്പോൾ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷാനവാസ് പറഞ്ഞു പറഞ്ഞ് കയറിപ്പോകുന്നത് കണ്ടപ്പോൾ അനീഷ് ആയിരുന്നു ഇടയിൽ നിന്ന് മാറ്റി നിർത്തിയത്. ഒരുപാട് തവണയായി അനീഷ് അവരുടെ തർക്കം സ്റ്റോപ്പ് ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും നടന്നിട്ടുണ്ടായിരുന്നില്ല. അവസാനം അനീഷ് ഷാനവാസിനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റി കൊണ്ടുപോവുകയായിരുന്നു. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.